എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ആലു പാല്യ. ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ദോശ ഉണ്ടാക്കാനാണെങ്കിലും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതും വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ എളുപ്പമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചുടച്ചതും അതിനായിട്ട് വലിയ 2 സവാളയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് ആ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിനകത്തേക്ക് ഒരല്പം കടുക് കൂടി ചേർക്കുന്നു. കടുക് നന്നായി പൊട്ടിയ ശേഷം അതിനകത്തേക്ക് ഒരല്പം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതിനകത്തേക്ക് ഒരല്പം പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കുന്നു. ഞാൻ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കുന്നു. ഉള്ളിയൊക്കെ വഴണ്ട് നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നു. ഇത് ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഏകദേശം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതുകൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നു. ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് ഇളക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ടി ലൂസാക്കി എടുക്കുക. പിന്നെ നന്നായിട്ട് ഡ്രൈ ആയതുപോലെ തോന്നിയുണ്ട് ഞാൻ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലു പാല്യ തയ്യാറായി കഴിഞ്ഞു. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളം ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ആലു പാല്യ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയുക. ഇഷ്ടമാവുകയാണെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.